എനിക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യൻ്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തണമെന്ന്, പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായി ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ? പണ്ട് സനകകുമാരന്മാർ ഒരിക്കൽ ഇവിടെ മഹാവിഷ്ണുവിനെ കാണാൻ ചെയ്തു. വൈകുണ്ഠത്തിൽ വിജയന്മാർ അവർ കാവൽക്കാരവർ തടഞ്ഞു. അവർക്ക് ശാപം കിട്ടി. അവർ ഭൂമിയിൽ പതിച്ചു. ഈ കാവൽക്കാർ ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്നത് സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമുണ്ട്. എനിക്ക് ശ്രീ എങ്കേജി പുള്ളിയോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഉള്ളൊരു അപേക്ഷയുണ്ട്. അതായത് ഏതൊരു നായർ യുവാവിനും യുവതിക്കും ജീവിതത്തിൽ ഏതെങ്കിലും നേട്ടം കിട്ടുന്ന സമയത്ത് അവർക്ക് മന്നത്താചാര്യൻ്റെ മുൻപിൽ പ്രണാമിക്കാനും പുഷ്പാർച്ചന നടത്താനും പുഷ്പാഞ്ജലി നടത്താനുമുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം. അതുകൊണ്ട് സാക്ഷാൽ ധർമ്മദേവൻ ഭരിച്ച, സാക്ഷാൽ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ഭരിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരത കേസരി മന്നത്താചാര്യൻ്റെ ഒരു സ്മരണിക തീർക്കണം, ഒരു സ്മാരകമുണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇതിനങ്ങ് അനുവദിക്കുന്നതിൽ ഒരു ഗവർണർ എന്ന നിലയിൽ എൻ്റെ 1 മാസത്തെ ശമ്പളം അതിന് നൽകാൻ ഞാൻ സന്തോഷമുണ്ട്, സ്വീകരിക്കുമെന്ന് കരുതുകയാണ്. ഇദ്ദേഹം ഇന്നിത് പറഞ്ഞ ഈ മന്നത്തിൻ്റെ സമാധിയിൽ ഒരു പുഷ്പാഞ്ജലി നടത്താനുള്ള അധികാരം അവകാശമായിട്ടുള്ള നമുക്ക് അത് പറ്റുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ താക്കോൽ ആരുടെ ഇരിക്കുന്നു പിടിച്ചു വാങ്ങിക്കണം നമ്മൾ, ആരായാലും ശരി. അതിനൊരു താക്കോൽ പാടില്ല. ഇത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ അധികാരമാണ്. ഇത് ആദ്യമായിട്ടല്ല, എത്രയോ വലിയ ആളുകളെ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വികാരരഹിതനായിട്ട് കൂടുതൽ പറഞ്ഞു പോകും, നിർത്തുകയാണ്. സർ, ഇവിടെ ഞങ്ങൾ മന്നം ഇൻ്റർനാഷണൽ സെൻറ്റർ എന്നുള്ള പേരിൽ ഞങ്ങൾക്ക് ഒരു സമുച്ചയമുണ്ട്. അത് ഗവർണർ, ബഹുമാനപ്പെട്ട മുൻ ഗവർണർ പ്രണബ് മുഖർജിയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ കുറച്ച് സ്ഥലം ഈ സമാധിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സ്മൃതിമണ്ഡപം അവിടെ ഉണ്ടാകും എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ വാക്ക് കൊടുക്കട്ടെ എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. അതിനുള്ള എല്ലാ സഹായവും ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിക്കുമെന്ന് നിങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് എന്നെ സഹായിക്കുന്നു. താങ്ക് യു.